ഇപ്പോൾ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ അല്പസമയത്തിനുള്ളിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ക്യാപ്റ്റനായ ജാഥ കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിച്ചേരുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പത്തനംതിട്ടയിലേക്ക് പതാക ജാഥ എത്തിച്ചേരും. സുജു ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. സുജു, ജാഥ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? തീർച്ചയായിട്ടും നന്ദു, നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട ഇടിഞ്ഞിലത്താണ്. ഇതാണ് പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയാണ്. ചെമ്പതാക വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ അല്പസമയത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ എത്തിച്ചേരുന്നു എന്ന് പറയാം. പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിച്ചേരുകയാണ്. തിരുവല്ലയുടെ ചുവന്ന മണ്ണിലേക്ക് ചെമ്പതാക എത്തിച്ചേരുന്നു. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ കയ്യൂരിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ തിരുവല്ലയിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തിരുവല്ല എന്ന് പറയുമ്പോൾ തന്നെ കോട്ടൂർ കുഞ്ഞുകുഞ്ഞിന്റെയും നിരണം കുഞ്ഞിന്റെയും അതുപോലെ PB സന്ധ്യകുമാർ രക്തസാക്ഷികളുടെ മണ്ഡലം കൂടിയാണ്. അങ്ങനെ തിരുവല്ലയിലെ ചുവന്ന മണ്ണിലേക്ക് ജാഥ എത്തിച്ചേർന്നിരിക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ M സ്വരാജ്, K അനുശ്രീ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ജാഥ തിരുവല്ലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിക്കും. ചങ്ങനാശ്ശേരിയിലെ സ്വീകരണത്തിന് ശേഷം കോട്ടയം ജില്ലയിലെ പര്യടനം ചങ്ങനാശ്ശേരിയിൽ പൂർത്തിയാക്കിയ ശേഷമാണ് ജാഥ ഇപ്പോൾ തിരുവല്ലയിലേക്ക് എത്തിച്ചേരുന്നത്. പത്തനംതിട്ട ജില്ലാ അതിർത്തിയിലേക്ക് ആദ്യം ഇടിഞ്ഞിലത്ത് വെച്ച് ജാഥയെ സ്വീകരിക്കും. തുടർന്ന് തിരുവല്ല നഗരത്തിൽ വെച്ചാണ് ജാഥയ്ക്ക് വലിയ ഒരു സ്വീകരണം നൽകുന്നത്. ഈ ജാഥയ്ക്ക് ഉടനീളം റെഡ് വോളണ്ടിയേഴ്സിന്റെയും പ്രവർത്തകരെയും വാഹന റാലിയും ഇതിനെ അനുഗമിക്കുന്നതാണ്. ഇപ്പോൾ പതാക ജാഥ തിരുവല്ലയുടെ മണ്ണിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളും അതാണ് ജാഥ അംഗങ്ങൾ ഇപ്പോൾ വരുന്നു. M സ്വരാജ്, CPIM സംസ്ഥാന സെക്രട്ടറി മെമ്പർ M സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ, സ്വരാജ് നേതൃത്വം വഹിക്കുന്ന പതാക ജാഥയ്ക്ക് വലിയ ആവേശം തിരുവല്ലയുടെ മണ്ണിലും പത്തനംതിട്ട ജില്ലയിലും വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. ഇപ്പം ജാഥയ്ക്ക് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു സ്വീകരണം നൽകും. ജാഥ കടന്നു വരുന്ന എല്ലാ വഴിയിലും വലിയ തരത്തിൽ പ്രവർത്തകരുടെ വലിയ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് CPIMന്റെ ജാഥ എത്തുന്നത്. കഴിഞ്ഞ ദിവസം M സ്വരാജ് പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ സ്വീകരണം നൽകുന്നത്. പാർട്ടി ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ചേർന്ന് സ്വീകരിക്കുവാണ്. തിരുവല്ലയിൽ സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവല്ല ഏരിയ കമ്മിറ്റി, എരിവൂർ, റാന്നി തുടങ്ങിയ ഏരിയ കമ്മിറ്റികളാണ്, മല്ലപ്പള്ളി ഉൾപ്പെടെ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് തിരുവല്ലയിൽ ഈ പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. ജാഥ അംഗങ്ങളായ 3 പേർക്ക് മാനേജർ ഉൾപ്പെടെയുള്ള ജാഥ അംഗത്തിനും ജാഥ ക്യാപ്റ്റനുമാണ് ഈ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയായ തിരുവല്ല ഇടിഞ്ഞിലത്ത് വെച്ച സ്വീകരണം നൽകിയിരിക്കുന്നത്. കയ്യൂരിൽ നിന്ന് ആരംഭിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ജാഥ അങ്ങനെ തിരുവല്ലയുടെ ചുവന്ന മണ്ണിലേക്ക്, പത്തനംതിട്ടയുടെ ചുവന്ന മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അടുത്ത തിരുവല്ല, അതിനുശേഷം ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ ചെങ്ങന്നൂരിൽ ജാഥ പ്രവേശിക്കും. പിന്നീട് ഏനാത്താണ് ഈ ജാഥ അവസാനിക്കുന്നത്. ഈ ജാഥയിലുടനീളം തന്നെ പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തകരെ സംബന്ധിച്ചോളം ആവേശജലമായ സ്വീകരണം നൽകാൻ തന്നെയാണ് തുടരുന്നത്. അങ്ങനെ ജാഥ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഉള്ളവർ ഒറ്റ സെക്കൻഡ് പത്തനംതിട്ട ജില്ലയിലേക്ക് ജാഥ കടന്നിരിക്കുകയാണ്. ഒരു പ്രതികരണം. കയ്യൂരിൽ നിന്ന് പുറപ്പെട്ട ജാഥയ്ക്ക് ഇതിനോടകം പിന്നിട്ട എല്ലാ കേന്ദ്രങ്ങളിലും ആയിരങ്ങൾ ഒഴുകിയെത്തിയ അവിസ്മരണീയമായ സ്വീകരണമാണ്. പത്തനംതിട്ടയിലെ സ്വീകരണവും ആ ഗണത്തിൽ തന്നെയാണ്. സ്വരാജും വ്യക്തമാക്കുന്നത് കയ്യൂരിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് എല്ലാ ജില്ലയിലും വലിയ സ്വീകരണം ലഭിക്കുന്നു. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം ജില്ലകളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ജാഥ പത്തനംതിട്ട ജില്ലയിലേക്ക് കടന്നിരിക്കുന്നത്. ജാഥ അംഗങ്ങൾക്ക് വലിയ സ്വീകരണം പത്തനംതിട്ടയുടെ കവാടമായിരിക്കുന്ന ഇടിഞ്ഞിലത്ത് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, 30,000-ലധികം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് പാർട്ടി അണികളുള്ള പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായി എത്തുന്ന പതാക ജാഥയാണ് ഇപ്പോൾ ഇടിഞ്ഞിലത്ത് സ്വീകരണം ഏറ്റുവാങ്ങുന്നത്. ഇന്ന് തന്നെ വൈകിട്ട് കൊല്ലത്ത് സമ്മേളന നഗരിയായ പൊതുസമ്മേളന നഗരി യെച്ചൂരി നഗരിൽ പതാക എത്തിച്ചേരും. ആ പതാക എത്തിച്ചേരുന്നതിന്റെ വലിയ ആവേശത്തിൽ കഴിഞ്ഞ ദിവസം M സ്വരാജ് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ജാഥ ക്യാപ്റ്റൻ തന്നെ ചങ്ങനാശ്ശേരിയിൽ പറയുന്നത്. CPIMന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ CPIMന്റെ പ്രവർത്തകർ മാത്രമല്ല, പാർട്ടിയെ അതിരൂക്ഷമായി വിമർശിക്കുന്നവർ പോലും ഏറ്റവും നിരീക്ഷിക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ്. കഴിഞ്ഞ തുടർച്ചയായി ഇടതുപക്ഷ ഭരണം, അതിൽ കൈവരിച്ചിരിക്കുന്ന വികസന നേട്ടങ്ങളെല്ലാം തന്നെ ഇതിന്റെ ആളുകൾ ഇതെല്ലാം തന്നെ വിലയിരുത്താനും സമ്മേളനത്തെ നോക്കിക്കാണുന്ന കൂടിയാണ്. നന്ദു.
തീർച്ചയായും CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പതാക ജാഥ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇടിഞ്ഞിലത്തെ ജാഥയ്ക്ക് പത്തനംതിട്ടയിലേക്ക് വരവേൽപ്പ് നൽകിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.